കേരളത്തിലെ സാധാരണക്കാർക്ക് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമാകാൻ കഴിയുമോ? എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ? നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് 800 പേർ, തമിഴ്നാട്ടിൽ നിന്ന് 800 പേർ, അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു കാറ്റഗറി ഒരു കൗണ്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ വിദേശത്തു നിന്നുള്ള ഒരു 250-നും 500-നും ഇടയ്ക്കുള്ള പ്രതിനിധികളെയാണ് ഞങ്ങൾ കാണുന്നത്. വിദേശത്തു നിന്നുള്ള പ്രതിനിധികളെന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോയി വിദേശത്ത് താമസമാക്കിയ ആളുകൾ ഉൾപ്പെടെ ഉണ്ടല്ലോ. ഇപ്പോൾ ലോക കേരള സഭയുടെ ഭാഗമായി ഇവിടെ സ്ഥിരം വരുന്ന ആളുകളുണ്ട്, അവർക്ക് വിശ്വാസികളായ ആളുകളുണ്ട്, അവരും പിന്നെ വിദേശത്തു നിന്നുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെയുള്ള പ്രതിനിധികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ശ്രീലങ്കയിൽ നിന്നാണ്. ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, കാനഡ, അങ്ങനെ ഏതാണ്ട് ഒരു 10 രാജ്യങ്ങളിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ ഇവിടെ നിന്നാണ്. ശബരിമലയുടെ വെർച്വൽ പോർട്ടലുണ്ട്. ആ പോർട്ടൽ വഴി തന്നെയാണ് നമ്മളതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ, ആദ്യത്തെ ഒരു 4000-5000 പേർക്ക് മാത്രമേ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 15-ാം തീയതി രജിസ്ട്രേഷൻ പൂർത്തിയാവും. അതിൽ ഞങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യും. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിൽ 800 പേര് വെച്ച്, അപ്പം ആ കോട്ട കഴിഞ്ഞതിന് ശേഷമുള്ള 4000 അല്ല, അതുകൊണ്ട് ഉൾപ്പെടുത്തിയ 4000 പേരാണോ? അതിൽ 4000 അല്ല, 3000 പേരാണ്. അപ്പോൾ അത് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾക്കിതിൽ മാനദണ്ഡം എന്ന് പറയുന്നത് ശബരിമലയിൽ വരുന്നവർ, ശബരിമലയുടെ വികസനത്തിൽ പങ്കാളിയാകാൻ താല്പര്യമുള്ളവർ.